ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണല്ലോ. വനിതാ ദിനത്തിൽ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം നമ്മുടെ വനിതകളുടെ ശാക്തീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വനിതാ ശാക്തീകരണം എവിടം വരെയായി, അതിൻ്റെ അന്തർരംഗങ്ങളിൽ എത്രമാത്രം ശാക്തീകരണം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗഹനമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ എത്തിപ്പെടാത്ത ഒരു മേഖലകളുമില്ല അല്ലേ? എല്ലാ മേഖലകളും കൈവച്ച് ഉന്നതങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പിന്നെയും നമ്മൾ സ്ത്രീ ശാക്തീകരിക്കപ്പെടുന്നു. സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീക്ക് സ്വതന്ത്രമായിട്ട് ഒരു ശൈലി ഇല്ല, അവളുടേതായ ചില ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നും നിറവേറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതികൾ പല സർവേയിലും സ്ത്രീകൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ ബേസിക്കായിട്ടുള്ള കാരണം എന്താണ്? എവിടെയാണ് സ്ത്രീ ശാക്തീകരണം പാളിച്ച പറ്റുന്നത്? ഇനിയും ശാക്തീകരിക്കപ്പെടണം എന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്നു. ബേസിക്കായിട്ട് എവിടെയാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് സ്ത്രീക്ക് ശാക്തീകരണം കിട്ടേണ്ടത്. അതായത് സ്ത്രീയെ അംഗീകരിക്കുക, അവളെ സമൂഹത്തിലെ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തം എന്നുള്ളത് എല്ലാ രംഗങ്ങളിലും തുല്യ പങ്കാളിത്തമാണ് സ്ത്രീ ആഗ്രഹിക്കുന്നതെങ്കിലും ചില മാനസികമായ സപ്പോർട്ടുകൾ കുടുംബത്തിൽ നിന്ന് കിട്ടിയാലാണ് അവൾക്ക് ശാക്തീകരണം നേടാൻ കഴിയും. അതായത് ഒരു സ്ത്രീക്ക് അവളുടെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടെന്ന് ഉദ്ദേശിക്കുന്നത് പുരുഷൻ്റെ സപ്പോർട്ട് തന്നെയാണ് അധികം വേണ്ടത്. പുരുഷൻ സ്ത്രീയെ അംഗീകരിക്കുക, അവളുടെ വികാരങ്ങളും വിചാരങ്ങളും അവളുടെ മാനസിക സംഘർഷങ്ങൾക്കും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അവളെ തളരാതെ ഉയർത്തിക്കൊണ്ടുവരിക. പല സ്ത്രീകളും പറയപ്പെടുന്ന ഒരു പരാതി എന്തെന്ന് വെച്ചാൽ അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഭർത്താക്കന്മാരോടാണ് പറയാൻ പറ്റുക. പക്ഷെ പറയുമ്പോൾ അവർക്കത് കേൾക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല. അവരൊരു നെഗറ്റീവ് അപ്രോച്ചിലാണ് അവരത് എടുക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ ലോകത്തെ എല്ലാ സ്ത്രീകളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, നീ മാത്രമല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നത് എന്നുള്ള ഒരു നെഗറ്റീവ് അപ്രോച്ച് കേൾക്കുന്നതോടുകൂടി അവിടെ അവൾ പരാജയപ്പെടുകയാണ്. അപ്പോൾ മാനസിക സംഘർഷങ്ങളിൽ ശാക്തീകരണമാണ് വേണ്ടത്. അതിനൊരു സപ്പോർട്ട് കുടുംബത്തിൽ നിന്ന് കൊടുക്കുക, അവളുടെ അഭിപ്രായങ്ങൾ മാനിക്കുക, അവൾ കുടുംബത്തിലെ ഒരു തുല്യ സ്ഥാനമാണ് ഉള്ളതെന്നുള്ള ഒരു അവബോധത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ അവളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്കിലാണ് സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എത്ര ഉന്നതങ്ങളിൽ എന്ത് നല്ല പൊസിഷനിൽ ജോലിയും ഒക്കെ ഉണ്ടെങ്കിലും കുടുംബത്തിൽ പുരുഷനുമായിട്ട് അകന്ന് ജീവിക്കുക, അല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ട് ബന്ധമില്ല, പുരുഷൻ അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്ത് ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആ ശാക്തീകരണം ഏതാണ് അവരുടെ പ്രൊഫഷണൽ രംഗത്ത് മാത്രമാണ് ആ ശാക്തീകരണം നേടിയിട്ടുള്ളത്. മാനസികമായിട്ട് അവിടെ വളരെ ടെൻഷനും സ്ട്രെയിനും അനുഭവിച്ചുകൊണ്ടായിരിക്കും ആ സ്ത്രീ ഇരിക്കുക. അപ്പോൾ സമൂഹത്തിൽ സ്ത്രീ അംഗീകരിക്കപ്പെടണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ അംഗീകാരം കിട്ടണം. കുടുംബത്തിൽ അംഗീകരിക്കുന്നു, അങ്ങനെ അവൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നു, അങ്ങനെ ലോകത്ത് അവൾ ശാക്തീകരിക്കപ്പെടുന്നു. ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.